മലയാള പ്രേക്ഷകരുടെ ജനപ്രിയ കൂട്ടുകെട്ടാണ് മോഹൻലാൽ സത്യനന്ദിക്കാട് കൂട്ടുകെട്ട്. ഇരുവരും ഒന്നിച്ചപ്പോഴെല്ലാം മികച്ച ചിത്രങ്ങളാണ് പ്രേക്ഷകർക്ക് ലഭിച്ചിട്ടുള്ളത്. പ്രേക്ഷകരോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന സിനിമകളാണ് സത്യനന്ദിക്കാട് എന്നും ഒരുക്കിയിട്ടുള്ളത്. വീണ്ടും അവർ ഒന്നിക്കുകയാണ് ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിലൂടെ. ഈ ചിത്രം പ്രേക്ഷകർ ഏറ്റവും വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രവുമാണ്. ഈ കൂട്ടുകെട്ടിൽ ഇറങ്ങുന്ന ചിത്രങ്ങൾക്ക് അത്ര വലിയൊരു കാത്തിരിപ്പുണ്ട്. നാടോടിക്കാറ്റ്, സന്മനസ്സുള്ളവർക്ക് സമാധാനം, ഗാന്ധിനഗർ, സെക്കൻഡ് സ്ട്രീറ്റ് തുടങ്ങിയ സിനിമകൾക്കൊപ്പം ഒന്നിച്ചപ്പോഴെല്ലാം മികച്ച സിനിമകൾ സമ്മാനിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ കരിയറിൽ ഒരു വേളയിൽ താൻ മോഹൻലാലുമായി പിണങ്ങിയിരുന്നു എന്നും അത് മാറുന്നത് ഇരുവർ എന്ന മോഹൻലാൽ ചിത്രം കണ്ടപ്പോഴാണെന്നും സത്യനന്ദിക്കാട് പറയുന്നുണ്ട്. മോഹൻലാലുമായി എനിക്കൊരു പിണക്കം ഉണ്ടായിരുന്നു. സന്മനസ്സുള്ളവർക്ക് സമാധാനം ചെയ്യുമ്പോഴും വരവേൽപ്പ് ചെയ്യുമ്പോഴും ഒന്നും ഞാൻ മോഹൻലാലിനോട് ഡേറ്റ് വാങ്ങാറില്ലായിരുന്നു. നമ്മളൊരു പടം പ്ലാൻ ചെയ്താൽ ആ സമയം ലാൽ വന്നിരിക്കും. പിന്നീട് ലാൽ വലിയൊരു വ്യവസായത്തിന്റെ ഘടകമായി മാറിയപ്പോൾ മോഹൻലാലിന് അത് പറ്റാതെയായി. അതോടെ ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് മോഹൻലാലിനെ കിട്ടാതായി. അതെനിക്ക് ചെറിയ പ്രയാസമുണ്ടാക്കി. ആ സമയത്ത് ഞാൻ മോഹൻലാലിനെ ഒഴിവാക്കി ജയറാമിന്റെയും ശ്രീനിവാസിന്റെയും എല്ലാം സിനിമകൾ ചെയ്യാൻ തുടങ്ങി. മഴവിൽ കാവടി, പൊന്മുട്ടയിടുന്ന താറാവ്, സന്ദേശം, സസ്നേഹമെല്ലാം ആ സമയത്ത് വന്ന എന്റെ സിനിമകളാണ്. അതൊക്കെ സക്സസ് ആയി മാറി. പക്ഷേ 12 വർഷമൊക്കെ കഴിഞ്ഞത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഒരു ദിവസം ഇന്നസെന്റ് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് ഞാനത് ആലോചിക്കുന്നത്. ലാൽ പറഞ്ഞത് സത്യേട്ടൻ പിണങ്ങിയത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്നായിരുന്നു. ആ പിണക്കം മാറിയത് ലാലിന്റെ ഒരു സിനിമയിലൂടെയാണ്. ആ സമയത്ത് മണിരത്നം സംവിധാനം ചെയ്ത ഇരുവർ എന്ന സിനിമ ഇറങ്ങുന്നത്. തൃശൂർ ടൗണിൽ വെച്ചാണ് ഞാനും എന്റെ കുടുംബവും അതിന്റെ സെക്കൻഡ് ഷോ കാണുന്നത്. ഇരുവരിലെ മോഹൻലാലിന്റെ പ്രകടനം കണ്ടിട്ട് ഞാനങ്ങ് ഭ്രമിച്ചുപോയി. ഞാനും ലാലുമായി മിണ്ടാതിരിക്കുന്ന കാലമാണ്. പക്ഷേ സിനിമ കഴിഞ്ഞ ഉടനെ എനിക്ക് മോഹൻലാലിനെ വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞു. വീട് വരെ വരാനുള്ള ക്ഷമ ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു STD ബൂത്തിൽ കയറി ശ്രീനിവാസിനെ വിളിച്ചു. ശ്രീനിയും ലാലും അന്ന് ഗോവയിൽ ഒരു സിനിമയുടെ ഷൂട്ടിലാണ്. ശ്രീനി ഫോൺ എടുത്ത ഉടനെ ഞാൻ ചോദിച്ചത് മോഹൻലാൽ ഉറങ്ങിയോ എന്നായിരുന്നു. ഉറങ്ങിയാലും ഇല്ലെങ്കിലും ലാലിന് ഞാൻ ഫോൺ കൊടുക്കാമെന്ന് ശ്രീനി പറഞ്ഞു. ആ ഫോൺ കോളിലൂടെ ഞാൻ എന്റെ സ്നേഹം പ്രകടിപ്പിച്ചു. അങ്ങനെയാണ് ആ മഞ്ഞുരുകുന്നത്. കാരണം ലാലിനും അത് വലിയ സന്തോഷമായി. സത്യനന്ദിക്കാട് പറയുന്നത് ഇങ്ങനെ: എന്നും എപ്പോഴും എന്ന സിനിമയ്ക്ക് ശേഷം സത്യനന്ദിക്കാടും മോഹൻലാലും വീണ്ടും ഒന്നിക്കുന്ന ഹൃദയപൂർവ്വം എന്ന ചിത്രം അടുത്ത വർഷം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. സംഗീത, ഐശ്വര്യലക്ഷ്മി എന്നിവരും സിനിമയിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. എന്തായാലും അടുത്ത വർഷമൊന്നും കാത്തിരിക്കേണ്ട, വർഷമിങ് എത്തി. 2025 കടന്നു കഴിഞ്ഞു നമ്മളെല്ലാവരും. ഈ വർഷം തന്നെ മോഹൻലാൽ അഭിനയിക്കാൻ പോകുന്ന ആദ്യ ചിത്രമായിരിക്കും ഹൃദയപൂർവ്വം എന്ന സത്യനന്ദിക്കാട് സംവിധാനം ചെയ്യാൻ പോകുന്ന ചിത്രം. ഇതിലേക്ക് വരുന്നതിന് മുമ്പ് മോഹൻലാലിന് കുറച്ച് കമ്മിറ്റ്മെന്റുകളുണ്ട്. അത് തീർക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായി മോഹൻലാൽ ഇപ്പോൾ ഒരു ചെറിയ ബ്രേക്കിലാണ്. സിംഗപ്പൂരിലേക്കാണ് ഒരു ബ്രേക്കിനായി മോഹൻലാൽ പോയിരിക്കുന്നത്. അതിനുശേഷം മോഹൻലാൽ ജോയിൻ ചെയ്യാൻ പോകുന്നത് ഋഷഭ എന്ന ചിത്രത്തിന്റെ ഫൈനൽ ഷെഡ്യൂളിലേക്കായിരിക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിനുശേഷമായിരിക്കും മോഹൻലാൽ പ്ലാൻ ചെയ്തതുപോലെ ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നത്. ഈ ജാനുവരി മധ്യത്തോടുകൂടി ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിലേക്ക് മോഹൻലാൽ ജോയിൻ ചെയ്യും. ഈ ലൊക്കേഷനിൽ എത്തുമ്പോൾ വലിയൊരു സർപ്രൈസും മോഹൻലാൽ പ്രേക്ഷകർക്ക് സമ്മാനിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. മോഹൻലാലിന്റെ ഏറ്റവും പുതിയ ലുക്ക്, താടിയൊക്കെ വടിച്ച് വ്യത്യസ്തമായ ഒരു ലുക്കിൽ മോഹൻലാൽ മാറിയേക്കുമെന്നാണ് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നത്. അത് സംഭവിച്ചേക്കാം എന്നതാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നതും. അങ്ങനെ ചില സർപ്രൈസുകൾ മോഹൻലാൽ 2025 ആദ്യം തന്നെ തന്നേക്കാം സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഇതൊക്കെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകരും. എന്നാൽ മോഹൻലാൽ അടുത്തിടെ പറഞ്ഞ ചില കാര്യങ്ങൾ ശരിക്കും ആരാധകരെ ഞെട്ടിപ്പിച്ചു എന്ന് പറയേണ്ടത് അത്യാവശ്യമാണ്. 4 പതിറ്റാണ്ടിലധികമായി മലയാളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന നടനാണ് മോഹൻലാൽ. ഇത്രയും കാലത്തെ കരിയർ മോഹൻലാൽ പകർന്നാടാത്ത വേഷങ്ങളില്ല. തന്നിലെ നടനെയും താരത്തെയും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ചുരുക്കം നടന്മാരിൽ ഒരാളാണ് മോഹൻലാൽ. 4 പതിറ്റാണ്ടോളമായ സിനിമാ കരിയറിൽ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ബറോസ്. സിനിമ എന്ന പ്രൊഫഷനോടുള്ള സ്നേഹമാണ് തനിക്ക് സിനിമ ചെയ്യാൻ പ്രചോദനം എന്ന് മോഹൻലാൽ പറയുകയുണ്ടായി. ബോറടിച്ചു തുടങ്ങിയാൽ അന്ന് താൻ അഭിനയം നിർത്തുമെന്നും എന്നാൽ എല്ലാ ദിവസവും പുതിയതുപോലെയാണ് തനിക്ക് തോന്നുന്നതെന്നും മോഹൻലാൽ പറയുന്നു. ഈ വാക്കുകളാണ് വലിയ രീതിയിൽ ആരാധകരെ ഞെട്ടിപ്പിച്ചതും. തന്നെ സംബന്ധിച്ച് ഓരോ സിനിമയും പുതുമയുള്ളതാണെന്നും ചെയ്യുന്ന കഥാപാത്രങ്ങൾ വ്യത്യസ്തമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. നല്ല സിനിമകൾ ലഭിക്കുന്നതുകൊണ്ടും ഈ മേഖലയിൽ വിജയിച്ചതുകൊണ്ടും താൻ എന്നും സിനിമയോട് വിശ്വസ്തതയും ആത്മാർത്ഥതയും ഉള്ള ആളായിരിക്കുമെന്ന് മോഹൻലാൽ പറയുന്നുണ്ട്.